എന്റെ പരിപ്പുവട മൂക്കുന്നതിന് മുമ്പ് ആരടാ എടുത്ത് വിൽക്കാൻ ശ്രമിച്ചത്? കട്ടൻ കാപ്പിക്ക് അടുപ്പത്ത് വെച്ച് വെള്ളം തിളച്ചതുപോലുമില്ല, പരിപ്പുവടയാണെങ്കിൽ മൂത്തതുമില്ല. അതിനു മുമ്പ് ആരടാ എടുത്ത് ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെ വിൽക്കാൻ ശ്രമിച്ചത് എന്ന ചോദ്യവുമായി സെറ്റപ്പൻ രംഗത്തെത്തി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ജാവദേക്കറുമായി നടത്തിയ ഒരു കട്ടൻ കാപ്പി കൂടിക്കാഴ്ചയുടെ ആഹ്ലാദം മാറുന്നതിന് മുമ്പാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിലും അടുത്ത വിവാദം ഉണ്ടാകുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. എന്തായാലും ഇത് എന്റെ പരിപ്പുവടയല്ല, എന്റെ പരിപ്പുവട മൂത്തിട്ടില്ല, അതിനു മുമ്പേ അത് ആരെയും വിൽക്കുവാൻ ഞാൻ ചട്ടം കെട്ടിയിട്ടില്ല എന്നാണ് സിറ്റപ്പൻ പറയുന്നത്. ഇതൊന്നും എനിക്ക് ഞാനേ ബന്ധമുള്ളതേ അല്ല. ഞാനിങ്ങനെ ഒരാളെ എഴുതാനും പിന്നെ പ്രസിദ്ധീകരിക്കാൻ ഏൽപ്പിച്ചിട്ടുമില്ല. ഒരു DC ബുക്സുകാരും ഞാൻ ഏൽപ്പിച്ചിട്ടില്ല. ഇത് എനിക്ക് തോന്നുന്നത് ഞാനിത് ചെയ്യാൻ വേണ്ടി ടൈപ്പ് ചെയ്ത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന നേടുന്ന കുറച്ച് പേജ് വാങ്ങി എന്ത് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ശക്തമായ നടപടി സ്വീകരിക്കും. അങ്ങനെ എഡിറ്റ് ചെയ്യാൻ കൊടുത്തത് ചോർന്നു എന്നാണ് പറയുന്നത്. അല്ല, എവിടെയാണ് നോക്കണത്, എവിടെയാണെന്നുള്ളത്? ഈ വന്നിരിക്കുന്ന എല്ലാം തെറ്റാണ്. ഇതൊന്നും ഞാൻ എഴുതിയ പുസ്തകത്തിലുള്ളതല്ല. എൻ്റെ പുസ്തകം അതേ അല്ല. അത് അവരുടെ എന്തോ ബിസിനസ് താല്പര്യത്തിന് വേണ്ടി എന്തോ എഴുതി വെച്ച് പ്രചരിപ്പിക്കുകയായിരുന്നു. അത് ഇന്ന് തന്നെ തിരഞ്ഞെടുത്തത് അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി. ഇന്ന് 10 ഉദ്ഘാടനം വെച്ചിരിക്കില്ല ആര്? അതിൽ തന്നെ ഇതിൻ്റെ കള്ളത്തരം വ്യക്തമല്ലേ? ഞാൻ എഴുതിയ പുസ്തകം ഞാൻ അറിയാതെ ഇന്ന് പ്രകാശനാണ്. ഈ ചിരി കണ്ടിട്ട് മൂക്കുന്നതിന് മുമ്പാണെങ്കിലും ആ പരിപ്പോടയിൽ അല്പം രാഹുൽ മാങ്കൂട്ടത്തിലും തിന്നെന്ന് തോന്നുന്നു. ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിൽ ഉണ്ടായ പരിപ്പുവട വിവാദം UDF-ന് ഗുണം ചെയ്തോ എന്ന് നമുക്ക് രാഹുലിനോട് തന്നെ ചോദിക്കാം. പിന്നെ അതിനു മുമ്പ് ഒരു ബൈ ഇലക്ഷനിൽ BS KK രമയെ കാണാൻ പാറശാല തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ KK രമയെ കാണാൻ പോയത് ഓർക്കുന്നു. അപ്പോൾ തെയ്യാറ്റിക്കര തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് അതിപ്പം EP ജയരാജൻ അറിയാതെയോ അല്ലെങ്കിൽ ഒന്നും അത് എന്തായാലും നമ്മളത് പറയുന്നില്ല. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്, അവരുടെ പാർട്ടിയാണ് അതൊക്കെ തീരുമാനിക്കേണ്ടത്. എന്തായാലും ഞങ്ങളെ സംബന്ധിക്കുന്ന വിഷയമല്ലോ. ആ പാർട്ടികൾക്കകത്ത് അസ്വാരസ്യങ്ങളൊക്കെ പാർട്ടികൾക്കകത്ത് അതിനകത്ത് പ്രധാനപ്പെട്ട അസ്വാരസ്യത്തിന്റെ കാരണം എന്താണ്? ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി വോട്ട് പിടിച്ചിരുന്നെങ്കിൽ ആർക്കും അസ്വാരസ്യമൊന്നും ഉണ്ടാവില്ല, സ്ഥാനാർത്ഥി ആരും ആയിക്കോട്ടെ. ഇതിന്റെ പ്രശ്നം താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന ആളെ സഹായിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയായി രൂപാന്തരപ്പെടുന്നു. അതിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യഥാർത്ഥ പ്രവർത്തകർക്ക് നേതാക്കന്മാർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അത് നമ്മളുടെ വലിയ തർക്കം. ഇപ്പം EP ജയരാജനൊക്കെ വിടൂ. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ വളരെ സജീവമായി നിന്നിരുന്ന ജില്ലയിൽ 1-2 നേതാക്കന്മാരെ കഴിഞ്ഞ് കുറേ ദിവസമായിട്ട് കാണാനേ ഇല്ല. പേരൊന്നും ഞാൻ പറഞ്ഞവരെ ഈ പാർട്ടി ഇപ്പം ഞാനിപ്പോൾ ഒരു പേര് പറഞ്ഞാൽ ഇന്നയാള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാർട്ടി അവർക്ക് സമ്മർദ്ദം കൊടുക്കുക, അവർക്ക് സജീവമാകേണ്ടി വരികയും ചെയ്യും. ഞാനിപ്പോൾ അതിന്റെ ആവശ്യമില്ലല്ലോ. കെ സുരേന്ദ്രൻ പറയുന്നുണ്ട് EP ജയരാജൻ ഈ തുറന്നു പറച്ചിൽ ഒന്നും കേരളത്തിൽ ഒന്നും പേടിക്കേണ്ട തരത്തിൽ EP ജയരാജൻ കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യർക്ക് അവർ സംരക്ഷണം കൊടുക്കുമെന്ന് ശ്രീ AK ബാലൻ പറഞ്ഞു കേട്ടു. ശ്രീ EP ജയരാജന് സംരക്ഷണം ഒരുക്കുമെന്ന് K സുരേന്ദ്രൻ പറഞ്ഞു കേട്ടു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ CPM-മാരുടെ സംരക്ഷണം RSS-ഉം RSS-ന്റെ സംരക്ഷണം CPM-ഉം ആണെന്ന് ഈ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. ഈ 2 പേരിൽ നിന്നുള്ള സംരക്ഷണമല്ല, ഈ 2 പേരും നടത്തുന്ന വർഗീയതക്കെതിരായിട്ടുള്ള കാവൽ നിൽപ്പ്, വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ കാവൽ നിൽപ്പ് സംരക്ഷണവും അത് ഞങ്ങൾ ഏറ്റെടുത്തു. ഈ EP ജയരാജന്റെ കട്ടൻ ചായയും പരിപ്പുവടയും UDF-ന് ഉപതെരഞ്ഞെടുപ്പിൽ ഗുണമാവും. അദ്ദേഹത്തിന്റെ കട്ടൻ ചായയും പരിപ്പുവടയും കൊണ്ട് അദ്ദേഹത്തിന് മാത്രമേ ഗുണമുള്ളൂ. എന്തായാലും പുസ്തകം വായിച്ചിട്ടില്ല. പുസ്തകം ഇറങ്ങട്ടെ. പുസ്തകം ഇറങ്ങുമ്പോൾ എന്തായാലും EP ജയരാജന്റെ ആത്മകഥ നിർബന്ധമായും വാങ്ങുകയും വായിക്കുകയും ചെയ്യും. അത് ഉറപ്പാണ്. കാരണം ആ സന്തോഷം കൊണ്ടല്ല, ഞാൻ എല്ലാ പുസ്തകങ്ങളും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ ആത്മകഥകൾ വായിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പക്ഷെ EP ജയരാജന്റെ ആകുമ്പം ഉറപ്പായും വായിക്കും. അത് CPM RSS ബാന്ധവത്തിന്റെ ഒരുപാട് കഥകൾ അദ്ദേഹം തുറന്നെഴുതുകയാണെങ്കിൽ അദ്ദേഹത്തിന് പറയാനുണ്ടാകും. അദ്ദേഹം എത്രമാത്രം തുറന്നെഴുതുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ആ ബാന്ധവത്തിന്റെ രക്തസാക്ഷിത്വ പട്ടം വരിക്കേണ്ടി വന്നതും അടക്കമുള്ള വിഷയങ്ങൾ വേണ്ടി വരും. എന്തായാലും ഇന്നത്തെ ഒരു സംരക്ഷണത്തിന്റെ ഇന്നത്തെ വാർത്തകളുടെ ഒരു തലക്കെട്ടായി പോകേണ്ടത് RSS-ന്റെ സംരക്ഷണം CPM നേതാക്കന്മാരും CPM നേതാക്കന്മാരുടെ സംരക്ഷണം RSS ഏറ്റെടുത്തിട്ടുള്ള കൗതുകകരമായ കാഴ്ച പാലക്കാട് കണ്ടുകൊണ്ടിരിക്കുന്നു. ബിനോയ് വിശ്വം ഉൾപ്പെടെ ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ തരത്തിലുള്ള പരാമർശങ്ങൾ K സുരേന്ദ്രൻ നടത്തിയിട്ടുണ്ട്. എനിക്കറിയില്ല. ഞാൻ എന്തായാലും ജാവദേക്കറെ കണ്ടിട്ടില്ല, കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല, നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ശോഭാ സുരേന്ദ്രനെ കണ്ടുവെന്ന് EP ജയരാജൻ പറയുന്നു, ഒരു തവണ കണ്ടു പറയുന്നു. ഇവരൊക്കെ കാണുന്നത് എനിക്ക് മനസ്സിലാവാത്ത എന്താ വാർത്ത? എന്ത് CPM നേതാക്കന്മാരും BJP നേതാക്കന്മാരും പരസ്പരം കാണുന്ന എന്താ വാർത്ത? ഒരേ മുന്നണി പ്രവർത്തിക്കുന്ന പാർട്ടി ഇപ്പം ഞങ്ങൾ മുസ്ലിം ലീഗ് നേതാക്കന്മാരെ കാണുന്ന വാർത്തയാണോ? ഞങ്ങളങ്ങനെ ദുഷ്ടലാക്കോടുകൂടി സംസാരിക്കരുത്. ഞങ്ങൾ മുസ്ലിം ലീഗ് നേതാക്കം നിങ്ങൾ വാർത്ത കൊടുക്കും. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം PK ഫിറോസിനെ കണ്ടു.
അല്ലെ തങ്ങളെ കണ്ടു ഒന്നും പറഞ്ഞ് നിങ്ങൾ വാർത്തയാക്കില്ലല്ലോ. പിന്നെ നമ്മൾക്ക് രാഷ്ട്രീയമായി വിയോജിപ്പുണ്ടെന്ന് പറഞ്ഞ് ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ അംഗീകരിക്കില്ല. അവരൊരു മുന്നണിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ തമ്മിൽ കാണും, ഭക്ഷണം കഴിക്കും, ഒരു രാഷ്ട്രീയം ചർച്ച ചെയ്യും. അതങ്ങനെ തെറ്റായ അർത്ഥത്തിൽ ദുഷ്ടലാക്കോട് കൂടി ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് പാർട്ടിക്ക് അല്ലേ നമുക്ക് അംഗീകരിക്കാൻ കഴിയും. ഇ.പി. ജയരാജൻ ഇപ്പൊ നമ്മുടെ ഗൂഢാലോചനയുടെ പാർട്ടാണോ? ഇതിപ്പോ ഇനി അല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ ദിവസം പോലീസ് നമ്മുടേതായിരുന്നു. പിന്നെ ഓരോരുത്തരായിട്ട് ഇപ്പം പിന്നെ കൃഷ്ണദാസേട്ടൻ നമ്മുടെ ഗൂഢാലോചനയുടെ പാർട്ടായി മാറിയതായിട്ടാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ ഗൂഢാലോചനയുടെ പാർട്ടല്ലാത്ത നേതാക്കന്മാരുടെ ഒരു പട്ടിക പുറത്തുവിടാൻ പറഞ്ഞാൽ ഇതൊക്കെയെന്ന് പറഞ്ഞ അസ്വസ്ഥതകളാണ്. ഞാൻ പറഞ്ഞത് ഇത് പ്രത്യേക ശാസ്ത്രപരമായ അസ്വസ്ഥതയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയായി രൂപാന്തരപ്പെടുന്നതിനകത്ത് അസ്വസ്ഥത. ഇത് നിങ്ങൾ ചർച്ചയാക്കാൻ തീരുമാനിച്ചാൽ ചർച്ച ചെയ്യപ്പെടും. ഇതാ കുറെ ദിവസമായിട്ട് ഞങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ അപ്പുറം ഞങ്ങൾ ചർച്ച ചെയ്യാൻ ഇതൊന്നുമല്ല ഞങ്ങൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ അവരുടെ അവർക്കെതിരായിട്ടുള്ളൊരു നല്ല വടി കിട്ടി എന്നാ എടുത്ത് അങ്ങ് അടിച്ചേക്കാം എന്ന് വിചാരിക്കുന്നൊരു ഇതില്ല. ഞങ്ങൾക്ക് പറയാൻ വിഷയങ്ങളുണ്ടല്ലോ. ഞങ്ങൾക്ക് പറയാൻ ഇവിടുത്തെ നെൽ കർഷകന്റെ വിഷയങ്ങളുണ്ട്, ഇവിടുത്തെ പാവപ്പെട്ട അമ്മമാരുടെ പെൻഷന്റെ വിഷയമുണ്ട്. ഇന്നലെ നിങ്ങളുടെ മാധ്യമം എന്നോടൊപ്പം വന്നു കഴിഞ്ഞപ്പോൾ 4 അമ്മമാർ വന്നിരിക്കുക. ആ 4 അമ്മമാരിൽ 2 അമ്മമാർക്ക് വീടില്ല, പുതിയ ലൈഫിൽ വീടുകൾ കൊടുക്കുന്നില്ല. ഇതടക്കമുള്ള ഗുരുതരമായ വിഷയങ്ങളാണ് ഞങ്ങളുടെ വിഷയങ്ങൾ. ആ വിഷയങ്ങൾ വെച്ചിട്ട് ജനങ്ങളെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ ഇവർക്കെതിരായിട്ട് നിൽക്കുന്നത്. അതല്ലാതെ ഇത്തരം വിഷയങ്ങളൊക്കെ അത് അവരുടെ മുന്നണിക്കാത്ത കാര്യങ്ങളാണ്. ഒന്നും നമ്മൾ കാര്യമായി എടുക്കുന്നില്ല. ഇനി നമ്മുടെ സർവശ്രീ ഗോവിന്ദാചാര്യന് എന്നാപുട്ടായ വിഷയത്തിൽ പറയുവാനുള്ളത് എന്ന് നമുക്ക് കാണാം. പക്ഷേ ഈ പുസ്തകത്തിൽ പറയുന്നത് ഇ.പി. എൽ.ഡി.എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ അസംതൃപ്തി ഉണ്ടായിരുന്നു എന്ന് പുസ്തകത്തിൽ പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും അസംതൃപ്തി പുസ്തകത്തെ തള്ളി പറഞ്ഞ പിന്നെ പുസ്തകത്തെ പറ്റി പറയേണ്ട വല്ല കാര്യമുണ്ട്? ഇനി അഥവാ പറഞ്ഞാൽ തന്നെ നിങ്ങളോട് പറയോ? ഞാൻ ഇല്ല പറയില്ലോ. ഞാൻ നേരത്തെ പറഞ്ഞു ആ പുസ്തകത്തെ പറ്റിയുള്ള ചർച്ച ചെയ്യില്ലാണ്. ഓ നല്ല ബലം, നല്ല ആളല്ലേ. ആ ബലം കൊടുക്കാൻ കഴിവുള്ള ഒരാളെന്നെ. അദ്ദേഹത്തിന്റെ സ്ഥിതി എപ്പാന്ന് മനസ്സിലാക്കിയാൽ മതി. മനസ്സിലായില്ലേ? 6ാമത്തെ ചോദ്യമാണ്. എനിക്ക് കണ്ടന്റുള്ള ചോദ്യം ചോദിക്കാൻ പഠിക്കണം. ഇല്ലെങ്കിൽ വെറുതെ പറഞ്ഞുകൊണ്ട് ഇരിക്കില്ല. അത് നേരത്തെ പറഞ്ഞു. പുതിയ ചോദ്യം ചോദിക്കും. ഞാൻ കൃത്യമായ മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കൃത്യം തരാതെ ഞാൻ ഉത്തരവാദി. കൃത്യമായ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ആ വ്യക്തത ഏതാ ഏത് ഭാഗത്താ വ്യക്തത കുറവ്? അല്ല ഏതാ ആ വ്യക്തത കുറഞ്ഞത്? ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിൽ ഒരു കത്ത് കിട്ടിയേ എന്ന് പറഞ്ഞ് നടന്നവർക്കെതിരെ ഒരു ബുക്ക് തന്നെ വി.ഡി. സതീശന്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ഇനി ഈ വിഷയത്തിൽ വി.ഡി. സതീശൻ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് കാണാം. 2ാം പിണറായി സർക്കാരിനെ കുറിച്ചുള്ള CPM പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഇടയിലുള്ള മോശമായ അഭിപ്രായമാണ് ഇ.പി. ജയരാജൻ്റെ വാക്കുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഞങ്ങളിത് നേരത്തെ തന്നെ പറഞ്ഞതാണ്. കാരണം CPM-ൽ തന്നെ വലിയൊരു വിഭാഗം സഖാക്കൾ ഈ സർക്കാരിന് എതിരായ അതിശക്തമായ നിലപാടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇത് വളരെ വ്യക്തമായി നമ്മൾ കണ്ടതാണ്. വലിയൊരു എതിർപ്പാണ് പാർട്ടിക്കകത്തുള്ളത്. മാത്രമല്ല BJP-യിൽ സ്ഥാനാർത്ഥിത്വം ചോദിച്ചു പോയ ഒരാളെ CPM-ന്റെ സ്ഥാനാർത്ഥിയാക്കി പാലക്കാട് അവതരിപ്പിച്ചതിൽ CPM-ൽ കലാപമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞതിൻ്റെ അടിവരെയാണ് ഇ.പി. ജയരാജൻ തൻ്റെ ആത്മകഥയിലൂടെ ഇട്ടിരിക്കുന്നത്. കാരണം ഇരുണ്ടു വെളുക്കുന്നതിന് മുമ്പേ മറുകണ്ഠം ചാടിയ ആളെ സ്ഥാനാർത്ഥിയാക്കിയത് പാലക്കാട് മാത്രമല്ല, അത് ചേലക്കരയിൽ കൂടി പാർട്ടിയുടെ വിജയസാധ്യതയെ ബാധിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇരുണ്ടു വെളുക്കുന്നതിന് മുമ്പേ മറുകണ്ഠം ചാടിയ അവസരവാദിയെ ആണ് CPM സ്ഥാനാർത്ഥിയാക്കിയതെന്ന് CPM-ന്റെ ഉന്നതരായ നേതാക്കൾ പോലും പരാതിപ്പെടുന്ന സമയമാണ്. ധാരാളം ആളുകൾ, ഒരു സംഘമാണ് ഇതിൻ്റെ പുറകിൽ CPM-ൽ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ആത്മകഥ നിഷേധിക്കുക, ഇതിപ്പോൾ CPM-ഉം ഇ.പി. ജയരാജൻ ഇ.പി. അങ്ങനെ പണ്ടും പറയുന്ന ഒരാളാണ്. കാരണം അദ്ദേഹം ജാവദേക്കറെ കണ്ടോന്ന് ചോദിച്ചപ്പോൾ കണ്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കണ്ടു എന്ന് പറഞ്ഞു. പിന്നെ ഞാനൊരു ആരോപണം അദ്ദേഹത്തിനെതിരായിട്ട് ഉന്നയിച്ചു. അദ്ദേഹവും കേന്ദ്ര മന്ത്രി BJP മന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ തമ്മിൽ ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്നത്.
രണ്ടുപേരും അത് നിഷേധിച്ചു. പിന്നീട് അദ്ദേഹം സത്യസന്ധനാണ്. ആദ്യം അത് പറഞ്ഞെങ്കിൽ അദ്ദേഹം വന്ന് പുറത്തു പറഞ്ഞു, അത് എൻ്റെ ഭാര്യയ്ക്ക് അതിൻ്റെ അകത്ത് ഷെയർ ഉണ്ട്, അത് ഒരുമിച്ചാണ് ബിസിനസ് എന്ന് പറഞ്ഞു. ഇദ്ദേഹം ഇത് തൽക്കാലം നിഷേധിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ കൊണ്ട് പാർട്ടി ഇലക്ഷൻ കഴിയുമ്പോൾ അദ്ദേഹം പറയും. കാരണം DC ബുക്സ് പോലുള്ള ക്രെഡിബിലിറ്റിയുള്ള വിശ്വാസ്യതയുള്ള ഒരു പ്രസാധക സ്ഥാപനത്തിന് ആകാശത്ത് നിന്ന് ഒരാളുടെ ആത്മകഥ എഴുതാൻ പറ്റുമോ? ആകാശത്ത് നിന്ന് ഇപ്പം എല്ലാവർക്കും അവൈലബിൾ ആണ്. 178 പേജുള്ള ആ ആത്മകഥ എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രസാധക സ്ഥാപനത്തിന് അദ്ദേഹത്തിൻ്റെ അനുമതിയില്ലാതെ അദ്ദേഹത്തിൻ്റെ കവർ പേജ് പബ്ലിഷ് ചെയ്ത് അത് ഇന്ന് എല്ലാ സ്റ്റോളുകളിൽ എത്തും, പബ്ലിഷ് ചെയ്യും എന്ന് അറിയിപ്പ് കൊടുക്കാൻ അവർക്ക് പറ്റുമോ? അത് പുറത്തുപോയി, അത് സത്യമാണ്. പുറത്തു പോയത് എങ്ങനെയാണ് എന്ന് അവരാണ് അന്വേഷിക്കേണ്ടത്. EP ജയരാജനാണ് അന്വേഷിക്കേണ്ടത്. EP-യുടെ മിത്രങ്ങളാണോ പാർട്ടിയിലെ, അല്ലെ EP-യുടെ പാർട്ടിയിലെ ശത്രുക്കളാണോ അത് പുറത്തു കൊടുത്തതെന്ന് മാത്രമേ EP അന്വേഷിച്ചാൽ മതി. ബാക്കി കാര്യങ്ങളെല്ലാം പ്രിന്റ് ചെയ്ത സാധനമാണ്, മെറ്റീരിയലാണ്. അതിൽ അവസരവാദ രാഷ്ട്രീയത്തെക്കുറിച്ചും പാലക്കാടത്തെ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചും കേരളത്തിലെ CPM രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ചൊക്കെയുള്ള രൂക്ഷമായ വിമർശനങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. ഞങ്ങൾ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആദ്യത്തെ 10 ദിവസം DCCയുടെ ഒരു കത്തുമായി നടന്നവർ എല്ലാവരും ഇപ്പം ഇനിയിപ്പോൾ ഒരു 5-6 ദിവസമുള്ള ഇലക്ഷനിൽ നിങ്ങൾ ഈ ബുക്ക് വച്ചുകൊണ്ട് നടക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ. ഇതൊക്കെ ഒരു കാലത്തിൻ്റെ കാവ്യനീതിയാണ്. ഇതിനെയാണ് കാലത്തിന്റെ കാവ്യനീതി എന്ന് വിളിക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.